ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്താണ് നിങ്ങളോട് പറയേണ്ടത്. ഇവരൊന്നും പറഞ്ഞ പോലെയൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്. എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടതിൽ നിന്നും ചില സ്ത്രീകൾ അനുഭവിച്ചതും ചില മുസ്ലിം സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളും അതൊക്കെ ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ ഇട്ടു തരാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യം, ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്, അതല്ലെങ്കിൽ എന്താ പറയുക, അനുസരണയുടെ മതമാണ് എന്നത് തന്നെയാണ്. വിലമതിക്കുക, അല്ലേ? ഒരു അനുസരിക്കുക എന്ന് പറയുന്നത് മറ്റൊരാളെ ബഹുമാനിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുക. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ആ പദത്തിൻ്റെ തന്നെ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഒരാളെ വിലമതിക്കുക. ഒരാളെ വിലമതിച്ചാൽ മാത്രമാണ് നമുക്ക് ആ പറയുന്ന ഒരു അനുസരണ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്ന എനിക്ക് എന്നോട് കുട്ടികൾക്ക് സ്നേഹവും ബഹുമാനവും തോന്നണമെങ്കിൽ ഞാൻ കുട്ടികളെ വിലമതിക്കണം. ആ ഒരു വിലമതിക്കൽ ഏറ്റവും നന്നായി നമ്മെ പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം. അതിൻ്റെ വക്താക്കളാണ് നമ്മൾ എല്ലാവരും എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളാണ് സത്യത്തിൽ. പലപ്പോഴും പല ചർച്ചകളിലും വരുമ്പോൾ മുസ്ലിം സ്ത്രീക്ക് തന്നെ നാണക്കേട് പോലെ തോന്നുന്ന പല സന്ദർഭങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അത് പറയണോ? നമ്മളത് പറഞ്ഞാൽ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവാതെ വരുന്ന സന്ദർഭങ്ങളുണ്ട്. ഞാനൊരു മുസ്ലിമായി ജനിച്ചു എന്ന് പറയുന്നതിൽ അഭിമാനം തോന്നുന്നതിന് പകരം എന്തോ ഒരു അഭിമാനക്കുറവ് ഫീൽ ചെയ്യുന്ന രീതിയിൽ പലപ്പോഴും സ്ത്രീകളുടെ ഭാഗത്ത് തന്നെയുള്ള ആറ്റിറ്റ്യൂഡ് വരുന്നു എന്നുള്ളത് വളരെയധികം വിഷമകരമായി പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതിൻ്റെ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു അഭിഭാഷക എന്ന നിലയിൽ കൂടി അതിൻ്റെ അതിൻ്റെ ഒരു ലീഗൽ സൈഡ് വെച്ചുകൂടി ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഇങ്ങനെ ആലോചിച്ചെടുക്കുകയായിരുന്നു അവിടെ നിന്ന്. നർഗീസ് മിർസ എന്ന് പറയുന്ന ഒരു മുസ്ലിം ലേഡി വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1978 കാലയളവിലുള്ള ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയണേ. അന്ന് അവർ ബോംബെ എയർ റെഗുലേഷൻ ആക്ടിലെ ബോംബെ എയർലൈൻസിൽ വർക്ക് ചെയ്യായിരുന്നു. ബോംബെ എയർ റെഗുലേഷൻ ആക്ട് അനുസരിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ ബോംബെ എയർലൈൻസിന്റെ നിയമം അനുസരിച്ച് ഒരു സ്ത്രീക്ക് വിവാഹിതയാവാം, പക്ഷേ ഗർഭിണിയായാൽ അവളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടും എന്നുള്ളതായിരുന്നു നിയമം. ഈ സ്ത്രീ നർഗീസ് മിർസ വിവാഹിതയായി, 1 വർഷത്തിനകം ഗർഭിണിയായി. അവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനായിട്ടുള്ള നോട്ടീസ് കൊടുത്തു. നോട്ടീസ് കൊടുത്തപ്പോൾ ഇവർ ചോദ്യം ചെയ്തത്, ഭരണഘടന അനുസരിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ആ അവകാശങ്ങളൊക്കെ നിങ്ങൾ നിഷേധിക്കുകയാണല്ലോ എനിക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. നമ്മൾ സമത്വത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നത്, ജെൻഡർ മെയിൻ സ്ട്രീമിങ്ങിൻ്റെ ഒരുപാട് ക്ലാസ്സുകളും പരിപാടികളും നടക്കുന്നുണ്ടല്ലോ. ഈ ജെൻഡർ മെയിൻ സ്ട്രീമിംഗ് എന്ന് പറയുമ്പോൾ സ്ത്രീക്ക് തുല്യ നീതിയും തുല്യ സംരക്ഷണവും പരിരക്ഷയും നൽകണം എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയായി ജനിച്ച അല്ലെങ്കിൽ ബയോളജിക്കലി വീക്കാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ എന്നെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തുന്നു? ഭരണഘടന പറയുന്നുണ്ടല്ലോ പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത്, പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എടുത്തു പറയുന്നുണ്ടല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് എന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്? അത് ഭരണഘടനാ വിരുദ്ധമല്ലേ എന്നവർ ചോദിച്ചു. രണ്ടാമത് അവർ ചോദിച്ചത്, എനിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഏത് ജോലിയും ചെയ്ത് ജീവിക്കാനുള്ള അവകാശം എനിക്ക് തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിന് നിങ്ങൾ എന്നെ പിരിച്ചുവിടണം എന്നുള്ള ചോദ്യമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്, നർഗീസ് മിർസ എന്ന് പറയുന്ന ഒരു മുസ്ലിം ലേഡി അന്നുയർത്തിയ ശബ്ദമാണ് ഇന്ന് പല സ്ത്രീകൾക്കും പല മേഖലകളിലും ജോലി ചെയ്യാനുള്ള ഒരു അവസരമായി മാറിയത് എന്നുള്ളതാണ്. അവിടെ സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾ എന്നെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതില്ല, എനിക്ക് നിങ്ങൾ വില കൽപ്പിക്കണം എന്ന് അവർ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ചെയിൻ മാൻ ആയിരുന്നു, പോലീസ് പോസ്റ്റ് മാൻ ആയിരുന്നു, അല്ലെ? എല്ലാ തസ്തികകളും നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ട് പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ള അവസ്ഥയിലുള്ള കാര്യങ്ങളായിരുന്നു അന്ന് നടന്നിരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, സ്ത്രീ ആയതുകൊണ്ട് മാത്രം, അപ്പൊ എനിക്കിവിടെ എടുത്തു പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ വില കൽപ്പിച്ച, സ്ത്രീക്ക് വില നൽകിയ ഒരു മതമാണ് ഇസ്ലാം. അതിൽ യാതൊരു സംശയവുമില്ല. സൂറത്തു നിസാഹ് നോക്കിക്കഴിഞ്ഞാലും അന്നിസാഹ് അതിനകത്തൊക്കെ നമുക്കറിയാം, അനുസരണയുള്ളവളായിരിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവളായിരിക്കണം, അതല്ലെങ്കിൽ അവളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, മാതാവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം. ഈ പറഞ്ഞിടത്തെല്ലാം നമ്മൾ ആ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അടിസ്ഥാന വിഷയമായ
മറ്റുള്ളവരെ അംഗീകരിക്കുക അല്ലെങ്കിൽ വില കൽപ്പിക്കുക എന്ന് നമ്മെ പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം. അതിൻ്റെ വക്താക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് വേണം നമ്മൾ ഡീപ്പായിട്ട് ആലോചിക്കാൻ. മറ്റൊരു ചിന്ത എൻ്റെ മനസ്സിലൂടെ പോയത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു മധു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു സ്ഥലത്ത് നിന്നും ഭക്ഷണം കഴിക്കാനില്ലാത്തത് കൊണ്ട് പട്ടിണി കിടന്ന മധു ഭക്ഷണം കഴിക്കാൻ വേണ്ടി മോഷ്ടിച്ചപ്പോൾ ആ ഏരിയയിലുള്ള ആളുകളെല്ലാം കൂടെ പിടിച്ച് തല്ലിക്കൊന്നു അല്ലേ. അന്ന് സത്യം പറഞ്ഞ എന്താണ് വിശപ്പടക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാന വിഷയമാണ്. ആ അടിസ്ഥാന വിഷയം നിഷേധിക്കപ്പെട്ടപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്കൊരു വിലയും ഈ സമൂഹം കൽപ്പിച്ചില്ലല്ലോ എന്നുള്ള ചിന്ത ഡെഫിനറ്റ്ലി ആ മനസ്സിലൂടെ പോയിട്ടുണ്ടാവും. അവിടെ നമ്മൾ ഓർക്കേണ്ടത് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച ചില കാര്യങ്ങളാണ്. അയൽവാസിയായ ആളുകൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ നീ ചിന്തിക്കണം, അല്ലാതെ നീ ഭക്ഷണം കഴിക്കരുത്, അനാഥയായ ഒരു കുട്ടിയുടെ മുന്നിൽ നിന്റെ മകളെ ചേർത്ത് പിടിക്കരുത് എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചപ്പോൾ അവിടെ വില മതിക്കാനാണ്, മറ്റൊരാളെ വില കൽപ്പിക്കണം, വില മതിക്കണം എന്നുള്ള ഒരു വലിയ ആശയമാണ് നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്നത്. ഇത് തന്നെ എനിക്ക് തോന്നുന്നു ഭൂമിയിലെ എല്ലാ മനുഷ്യന്റെയും അല്ലെങ്കിൽ എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്, സ്നേഹത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് വില കൽപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എന്തൊക്കെ നമ്മൾ ചർച്ച നടത്തിയാലും നമുക്കറിയാം, ഫാമിലി എന്ന് പറയുന്ന ഒരു യൂണിറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു സ്ത്രീ പുരുഷന് കൊടുക്കേണ്ട ബഹുമാനം, പുരുഷൻ സ്ത്രീക്ക് നൽകേണ്ട ബഹുമാനം അല്ലെങ്കിൽ അംഗീകാരം അല്ലെങ്കിൽ വില കൽപ്പിക്കൽ അതില്ലാത്തിടത്താണ് കുടുംബ ബന്ധം ശിഥിലമായി പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. പല ആളുകളും കൗൺസിലിങ്ങിന് വേണ്ടി വരുമ്പോഴോ അതല്ലെങ്കിൽ ഫാമിലി കോടതിയിൽ തന്നെ ചെല്ലുമ്പോഴോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വിലയും ഇല്ല, എനിക്ക് കാലത്തൊട്ട് വൈകുന്നേരം വരെ ഞാൻ പണിയെടുക്കുകയാണ്, എനിക്ക് എന്ത് വിലയുള്ളത്, ഒന്ന് എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ശ്രമിക്കാത്ത ആളുടെ കൂടെ ഞാൻ എന്തിന് ജീവിക്കണം? എത്ര എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പാണ് ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതും വളരെ യങ് ആയിട്ടുള്ള ജെൻസ് ആണെങ്കിലും അതെ, ലേഡീസ് ആണെങ്കിലും അതെ, വളരെ വളരെ യങ് ആയിട്ടുള്ള ആളുകളാണ് പല എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലും ഒക്കെ പോയി പെടുന്നത്. അവിടെയൊക്കെ ഇപ്പൊ കുട്ടികളാണെങ്കിലും പറയുന്നത് നമുക്കൊരു വിലയില്ലാത്തടത്ത് അവർ രണ്ടുപേരും തമ്മിൽ എന്നും വഴക്കാ, ഞങ്ങളെ ശ്രദ്ധിക്കാൻ ആരുമില്ല, ഞങ്ങൾക്ക് ഒരു വിലയും ഇല്ല, അവിടെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയുമില്ല എന്ന് കുട്ടികൾ പറയുമ്പോഴും അവിടെയും ഈ പറയുന്ന അടിസ്ഥാന തത്വം ഇല്ലാതാവുന്നു എന്ന് പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ ശരിക്കും മനുഷ്യബന്ധങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് ഈ വിലകൽപ്പിക്കൽ എന്ന വാക്കിന് ഇത്ര അധികം സ്വാധീനം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത്. വളരെ യങ് ആയിട്ടുള്ള ആളുകൾ ശരിക്കും ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പെടുമ്പോൾ അവിടെയൊന്നും കുടുംബത്തോടുള്ള ഒരു കടപ്പാട് അല്ലെങ്കിൽ കുടുംബത്തിന് നമ്മൾ വില കൽപ്പിക്കണം, നമ്മുടെ മക്കൾക്ക് നമ്മൾ വില കൊടുക്കണം, എൻ്റെ വില ഇല്ലാതാകും, ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ വില ഇല്ലാതാകും, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് 2 കുഞ്ഞുങ്ങളുടെ മാതാവാണ് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്താൽ എന്നെ സമൂഹം അംഗീകരിക്കില്ല, എന്നെ പഠിപ്പിച്ച എൻ്റെ ഇസ്ലാമിക് ഐഡിയോളജി എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതാണ് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയായി പോകുന്നു പലപ്പോഴും പല ബന്ധങ്ങളും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ ഘട്ടവും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്ര സ്ത്രീധന മരണങ്ങളാണ് ഇപ്പം അടുത്ത് സംഭവിച്ചത് അല്ലേ. അത് ശരിക്കും പല കാര്യങ്ങളിലും മുസ്ലിം കമ്മ്യൂണിറ്റീനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതെന്തോ ഈ സമ്പ്രദായത്തെ വളർത്തിക്കൊണ്ടുവന്നത് തന്നെ മുസ്ലിംസ് ആണ് എന്നുള്ള ചിന്തയായിരുന്നു കുറേ കാലം നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ മാറി വരുന്നുണ്ട്. കാരണം പല അമുസ്ലിം സ്ത്രീകളും ഇതേ ഒരു കാരണം കൊണ്ട് മാത്രം മരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജി അതിനെ മുറുകെ പിടിക്കാനും ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇത് കൈമാറാനും നമുക്ക് സാധിക്കുക എന്നുള്ളിടത്ത് മാത്രമാണ് നമ്മുടെ വിജയം എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പലരും പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. ആ മേഖലയിൽ നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും, എത്ര ഉയരങ്ങളിലേക്ക് വേണമെങ്കിലും എത്താനുള്ള കഴിവും പ്രാപ്തിയും ഉള്ളവളാണ് മുസ്ലിം സ്ത്രീ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു ഇടം ഞാനൊരു മുസ്ലിം ലേഡിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം പിന്മാറി നിൽക്കാതെ ഇപ്പൊ വിങ്സ് പോലെയുള്ള വിങ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വിമൻസ് ഇനീഷ്യേറ്റീവ് ടു നർച്ചർ ദ ഗ്രോത്ത് ഓഫ് സൊസൈറ്റി എന്നും പറഞ്ഞ് നമ്മൾ പ്രൊഫഷണൽ ലേഡീസിന് വേണ്ടി തന്നെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുമായി എത്ര കണ്ട് നമ്മുടെ ഈ ഐഡിയോളജിയെ സ്പ്രെഡ് ചെയ്യാൻ, നമ്മൾ അവരെ അംഗീകരിക്കുന്നത് പോലെ നമ്മളെ അവരും അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പെരുമാറ്റവും
ഇടപെടലുകളും എല്ലാം കൊണ്ടുവരാൻ സാധിക്കും. മറിച്ച് നിയമത്തിൻ്റെ ഒരു വശത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് നിയമങ്ങളിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതൊന്നും നമുക്ക് എല്ലാം മാറ്റിമറിച്ച് ഇവിടെ ഒരു സ്വർഗപൂങ്കാവനമാക്കാനും നമുക്ക് എന്തായാലും സാധിക്കില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ ലൂപ്പ് ഹോൾസിനെ മറികടക്കാൻ ചില തന്ത്രങ്ങൾ എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ ഐഡിയോളജിയിൽ തന്നെ ഉണ്ട് എന്നുള്ളിടത്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയൊരു കരുത്ത്. ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു 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 കുട്ടിക്കൊരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു ഐഡിയോളജിയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൊണ്ടും ലൈഫിൽ പേടിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇത്തരം ഇടപെടലുകളിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും, ഈ വിഷയത്തെ ഏത് പ്ലാറ്റ്ഫോം വരെ കൊണ്ടെത്തിക്കാൻ സാധിക്കും. ഈ ഐഡിയോളജിയും ഡിസ്കഷനും വിവാഹിതരായ സ്ത്രീകളിലും അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലും മാത്രം ഒതുങ്ങാതെ ക്യാമ്പസുകളിലേക്ക് എങ്ങനെ നമുക്ക് ഇത്തരം കാര്യങ്ങളെ കൊണ്ടുപോവാം. നമുക്കൊരു ഹിഡൻ അജണ്ട ഇല്ലാതെയാണ് പലപ്പോഴും നമ്മൾ വർക്ക് ചെയ്യാറ്, അല്ലേ? പക്ഷെ മറ്റ് മതസ്ഥർക്ക് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഗതി, ഒരു ഹിഡൻ അജണ്ട അവരുടെ മനസ്സിലുണ്ടാവും, പക്ഷെ നമുക്കതില്ല. പക്ഷെ പലപ്പോഴും ഇത്തരം കോളേജുകളിലോ അല്ലെങ്കിൽ മറ്റു വേദികളിലോ ഒക്കെ ചെല്ലുമ്പോൾ നമുക്കവിടെ സംസാരിക്കാനുള്ള ഒരു സ്പേസ് കണ്ടെത്തുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ്. ഈ അനുപമയുടെ ഒരു ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നപ്പോഴും എൻ്റെ മനസ്സിലൂടെ പോയൊരു സംഗതി, പലപ്പോഴും മുസ്ലിം ഓർഫനേജസ് ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പല പ്രശ്നങ്ങളും നടക്കാറുണ്ട്. ഈ ഓർഫനേജുകളിൽ താമസിക്കുന്ന കുട്ടികളെ കൊണ്ടുവരുന്നത് തന്നെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ പോലും സംഭവിക്കാറുണ്ട്. ഇവിടെയൊക്കെ എല്ലാം നമ്മൾ മുസ്ലിംസിൻ്റെ ഓർഫനേജുകളിലുള്ള കൗൺസിലേഴ്സ്, അങ്ങനെ ആ ഒരു കൗൺസിലിംഗ് പോസ്റ്റിലിരിക്കുന്ന ആളുകൾ ആ കുട്ടികൾക്ക് കൊടുക്കുന്ന കൗൺസിലിംഗ് ടെക്നീക്സ് ഇവിടെ എല്ലാം ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രശ്നം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷെ അതേസമയം എവിടെയൊക്കെയാണോ, ഏതൊക്കെ മേഖലകളിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ മേഖലകളിലൊക്കെ ഈ ഐഡിയോളജി സ്പ്രെഡ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ ആ ഐഡിയോളജിയെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും നിയമങ്ങളെ മിസ്യൂസ് ചെയ്യുന്നതാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറ്. ഇപ്പം അത് കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, ഗാർഹിക പീഡന വിരുദ്ധ നിയമം, ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കേസ് പലപ്പോഴും രക്ഷപ്പെടാതെ പോകും. അതേസമയം കൃത്രിമമായി തെളിവുകൾ കൊടുത്ത് കേസ് വിജയിച്ചു പോകുന്നിടത്ത് ശരിക്കും അത് നീതി കിട്ടി എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് പലപ്പോഴും ഉണ്ടാവാറ്. അവിടെയൊക്കെ നമുക്ക് എങ്ങനെ അതിൽ ഇൻവോൾവ് ആവാം, ഒരു കേസിന്റെ ഭാഗമായ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ പോണ്ടി വരുന്ന സാഹചര്യത്തിൽ എങ്ങനെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് സഹായിക്കാം, ഈ അർത്ഥത്തിലെല്ലാം വളരെ വ്യാപകമായി ചിന്തിച്ച് അല്ലെങ്കിൽ അവരെ ഏത് അർത്ഥത്തിലാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു ചിന്തയും ആറ്റിറ്റ്യൂഡും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഒപ്പം നമ്മളെ ഇസ്ലാമിക് ഐഡിയോളജി പഠിപ്പിക്കുന്ന ഈ വിലമതിക്കൽ അല്ലെങ്കിൽ വില കൽപ്പിക്കൽ അല്ലെങ്കിൽ അനുസരണ, സ്നേഹം, സമാധാനം ഇതൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുകയാണ്. അത് യൂട്ടിലൈസ് ചെയ്യൂ. കുടുംബിനികളായി മാത്രം അല്ലെങ്കിൽ നമുക്ക് ചുറ്റുവട്ടം മാത്രമല്ല, അത് സൊസൈറ്റിയിലേക്ക് കൂടി സ്പ്രെഡ് ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ക്യാമ്പയിന് എല്ലാവിധ അനുമോദനങ്ങളും നൽകിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.